السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും അവൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും നൽകട്ടെ. അവരെയും നമ്മളെയും ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗ്ഗലോകത്ത് നമ്മെ ഒരുമിപ്പിക്കട്ടെ. വക്കീലിന് സമ്മതമല്ലാതെ വക്കാലത്താക്കാൻ പറ്റില്ല എന്ന് പറയണത് കഴിഞ്ഞ പാഠം പറഞ്ഞ് നിങ്ങൾക്കറിയും. അയബുള്ള സാധനം വാങ്ങുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ വക്കീലിന് അയബുള്ള സാധനം വാങ്ങാം. ലാഭമില്ലാത്ത കച്ചവടമാണെങ്കിൽ മോക്കിൽ അറിഞ്ഞുകൊണ്ടല്ലാതെ അയബുള്ള സാധനം വാങ്ങാൻ പാടില്ല. അങ്ങനെ മോക്കിൽ അറിയാതെ അയബുള്ള സാധനം വാങ്ങിയാൽ ആ വാങ്ങൽ ശരിയാണ്, അത് വക്കീലിന് ഉള്ള കച്ചവടമായിട്ടാണ് മാറുക. അറിയാതെയാണ് വാങ്ങിയതെങ്കിൽ അത് മോക്കിലിനായിട്ട് മാറുകയും ചെയ്യും. അയബുള്ള സാധനം വാങ്ങിയാൽ മോക്കിലിന് അത് തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. കൂട്ടത്തിൽ മോക്കിൽ ഏൽപ്പിച്ച അതേ പൈസ കൊണ്ട് അയബ് അറിഞ്ഞുകൊണ്ടാണ് വാങ്ങിയതെങ്കിൽ ആ കച്ചവടം ബാത്തിലാണ് എന്നും പറഞ്ഞു. ശരി, ഇനി വലാലഹു തൗക്കീലും ബിലാ ഇതിനും മിനൽ മോക്കിൽ. മോക്കിലിൻ്റെ സമ്മതമല്ലാതെ വക്കാലത്താക്കാൻ പറ്റില്ല. നമ്മൾ മുമ്പ് മത്തിന് പറഞ്ഞിട്ടുണ്ട്, ഫീമായത്ത അത്താ മിൻഹു, വക്കീലിന് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ എത്തയസ്സറു എന്നർത്ഥം. അത്ത എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളൊരു മൊബൈൽ വാങ്ങാൻ വേണ്ടി ഏൽപ്പിച്ചാൽ അത് നിങ്ങൾ തന്നെ വാങ്ങണം. അത് വാങ്ങാൻ പിന്നെ വേറൊരാളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ലിയന്നഹുന മിർള ബിഗൈരിഹി, കാരണം അയാൾ മറ്റൊരാളെ തൃപ്തിപ്പെട്ടിട്ടില്ല. അങ്ങനെ അതിന് അത്യാവശ്യമില്ലല്ലോ. ഞാൻ പക്ഷേ നമ്മൾ മക്കളെ സഹായിക്കാൻ ചിലപ്പം തേടും, അതിന് കുഴപ്പമില്ല. ഞാനൊരു സാധനം എന്നൊരാൾ കിട്ടാനുള്ള കടം വാങ്ങാൻ വേണ്ടി കടം വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി കാലത്താക്കി ഞാനത് വാങ്ങി മക്കളെ കയ്യിൽ കൊടുത്തയച്ചാൽ അത് കുഴപ്പമില്ല. എന്നോട് ഒരു സാധനം വാങ്ങാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചു. അങ്ങനെ ആ വാങ്ങിയ സാധനം ഞാൻ മക്കളെ കയ്യിൽ കൊടുത്തയച്ചു, അതിന് കുഴപ്പമില്ല, മക്കളല്ലേ. ഞാൻ പക്ഷേലോ വക്കലഹു, ഒരാളെ വക്കാലത്താക്കി ഫി ഖബദി ദൈനിൻ, ഒരു കടം വാങ്ങിത്തരാൻ, കിട്ടാനുള്ള പൈസ കടം വാങ്ങാൻ വേണ്ടി ഒരാളെ വക്കാലത്താക്കി. അപ്പോൾ ഖബദഹു, അയാളത് വാങ്ങുകയും ചെയ്തു. അങ്ങനെ വറസലഹു, ആ വക്കീൽ എന്ത് ചെയ്തു? ആ വാങ്ങിയല്ല, കിട്ടാനുള്ള കടം വാങ്ങിയത് കൊടുത്തയച്ചു. മാഹദി മിന്നയാലിഹി, അയാളുടെ സന്താനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ കൂടെ കൊടുത്തയച്ചാൽ ലമ്മൻ ഉത്തരവാദിയാകുന്നതല്ല. കമാകാലുഹുൽ ജൂരിയോ, ഇമാം ജൂരി റഹിമഹുല്ല പറഞ്ഞത് പ്രകാരം. ജൂരി എന്നുള്ള എപ്പോഴും കേൾക്കാത്തൊരു പണ്ഡിതനാണ് നമ്മൾ. കാലശീഹുന വല്ലതി യദ്ഹുറു, മനസ്സിലാകുന്നത് അന്ന മുറാദ് ബിഹി മൗലാദുഹു മമാലിക്കുഹു സൗജാത്തുഹു. അയ്യാൽ എന്ന് പറഞ്ഞാൽ എന്താ? മക്കളെ കൈ കൊടുത്തയച്ചു എന്ന് പറഞ്ഞാൽ ഇയാളി എന്ന് പറഞ്ഞാൽ താൻ ചിലവ് കൊടുക്കുന്ന ആളുകൾ എന്നല്ലേ? അതെ, അവർ ഇയാളി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔലാദും അവൻ്റെ മക്കളും മമാലിക്കുഹു അവൻ്റെ അടിമകളും സൗജാത്തുഹു അവൻ്റെ ഭാര്യമാരും ആകുന്നു. ശരി, അപ്പം ഭാര്യമാരെ കയ്യിൽ കൊടുത്തയച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇത് ഖിലാഫ് ഖൈരി, മറ്റുള്ളവരെ കയ്യിൽ കൊടുത്തയച്ചാൻ പറ്റില്ല. എന്നോട് കടം വാങ്ങിയാണ്ട് വരാൻ വേണ്ടി വക്കാലത്താക്കി കഴിഞ്ഞാൽ ഞാൻ തന്നെ വാങ്ങി ഞാൻ തന്നെ നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ച് തരണം എന്നുള്ളതാണ് നിയമം. അതാണ് ഖിലാഫ് ഖൈരി. മറ്റുള്ളവർ കയ്യിൽ കൊടുത്തയച്ചാൽ പറ്റില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ ഉത്തരവാദിയാകും. പോക്കറ്റ് അടിച്ച് പോണ വൈക്കൽ പറ്റില്ല, ഞാൻ തന്നെ ആ പൈസ വെച്ച് കൊടുക്കണം. എന്തുകൊണ്ട്? അങ്ങനെ വേറെ ആളെ ഏൽപ്പിക്കാൻ എനിക്ക് അധികാരമില്ല. മക്കളും സന്താനങ്ങളൊക്കെ ആണെങ്കിൽ പറ്റും. മിസ്ലുഹു, അതുപോലെ തന്നെയാണ് ഇർസാലു നഹ്വി മസ്തറാഹുലഹു, വക്കീലിന് വേണ്ടി വാങ്ങിയ ഒരു സാധനം കൊടുത്തയക്കൽ. മാ അഹദിഹിം, അവരിൽ നിന്ന് ഏതെങ്കിലും ഒരാളൊപ്പം കൊടുത്തയക്കലും അപ്രകാരം തന്നെയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത സാധനമാണെങ്കിലോ, ഒരു എൻജിനീയർക്കൊക്കെ മാത്രം തീരുന്നൊരു സാധനം വാങ്ങാനാണ് എന്നെ ഏൽപ്പിച്ചത്. എനിക്കത് അറിയില്ലല്ലോ, ആ സാധനത്തിനെക്കുറിച്ച് എനിക്കറിയില്ലല്ലോ. കമ്പ്യൂട്ടറിനെ ഞാൻ കണ്ടിട്ടില്ല,
അങ്ങനെ തന്നെ കമ്പ്യൂട്ടർ വാങ്ങാൻ ഏൽപ്പിച്ചാൽ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഞാൻ വേറെ ആളെ ഏൽപ്പിക്കേണ്ടി വരും. അതിന് കുഴപ്പമില്ല. ചിലപ്പോൾ എന്നെ ഏൽപ്പിക്കുന്നത് എനിക്ക് വാങ്ങാൻ പറ്റാത്തൊരു സാധനമായിരിക്കും, എൻ്റെ പദവിക്ക് യോജിക്കാത്ത ഒരു സാധനമായിരിക്കും വാങ്ങാൻ ഏൽപ്പിച്ചിട്ടുണ്ടാകുക. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യുക? വക്കാലത്താക്കാം. ഖറജ ബി ഖൗലി ഫീമാ യതഅത്താ മിൻഹു, സ്വന്തമായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ എന്ന് പറഞ്ഞപ്പോൾ പുറത്തു പോയിട്ടുണ്ട് മാലം യതഅത്ത മിൻഹു, അവന് എളുപ്പമല്ലാത്ത കാര്യങ്ങൾ. എന്താ എളുപ്പമല്ലാതായതിൽ? അന്നഹു യതഅസ്സറു അലൈഹി ലിത്യാനു ബിഹി, ആ കാര്യം ചെയ്യൽ വലിയ പ്രയാസമുണ്ട്. എന്തുകൊണ്ട്? ലികസ്റതിഹി, ധാരാളം ഉണ്ടായതുകൊണ്ട്. ഒറ്റയ്ക്ക് ചെയ്താൽ കഴിയില്ല, കുറേ ഉണ്ട്. അപ്പം വേറെ ആളെ വക്കാലത്താക്കേണ്ടി വരും. ഔലി കൗനിഹി ലാ യുഹ്സിനുഹു, അല്ലെങ്കിൽ അവന് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട്. ഔ ലാ യലീഖു ബിഹി, അല്ലെങ്കിൽ അത് അവനോട് അനുയോജ്യമല്ലാത്തത് കൊണ്ട്. ഇത്തരം കാരണങ്ങൾ കൊണ്ട് എളുപ്പമല്ലാത്ത കാര്യങ്ങൾ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഫലഹു തൗക്കീൽ, അത്തരം കാര്യങ്ങളെ അവനെ വക്കാലത്താക്കാം. ഓക്കെ. ഇവിടെ ഞാൻ നിങ്ങളെ ഇത്തരമൊരു കാര്യം ഏൽപ്പിച്ചു. നിങ്ങൾ വക്കാലത്താക്കുമ്പോൾ അയാൾ ആരുടെ വക്കീലാണ് എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു മൊബൈൽ വാങ്ങാൻ വേണ്ടി ഞാൻ നിങ്ങളെ വക്കാലത്താക്കി. നിങ്ങൾ വേറെ ആളെ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട്, മൊബൈൽ വാങ്ങാൻ അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരാളെ വക്കാലത്താക്കാം. ആ വക്കീൽ ആരുടേതാണ്? നിങ്ങളെ വക്കീലാണോ എൻ്റെ വക്കീലാണോ? മനസ്സിലാക്കണം നിങ്ങൾക്ക്? അയാൾ ആരെ വക്കീലായിട്ടാണ് നിശ്ചയിക്കേണ്ടത്? അത് വ്യത്യാസമുണ്ട്. എൻ്റെ വക്കീലിനെ എനിക്ക് എന്ത് ചെയ്യുക? പിരിച്ചുവിടാം. നിങ്ങളെ വക്കീലിന് നിങ്ങൾക്കും എന്ത് ചെയ്യുക? പിരിച്ചുവിടാം. അപ്പോൾ ആരാണ് പിരിച്ചുവിടാനും ഇതിൻ്റെ ചുമതലയിൽ നിന്ന്, വക്കാലത്ത് എന്നുള്ള ചുമതലയിൽ നിന്ന് ഒഴിവാക്കാനൊക്കെ ഉള്ള അധികാരം ആർക്കായിരിക്കും ഉണ്ടാവുക? ആരെ വക്കീലാണോ അയാൾക്കാണ് ഉണ്ടാവുക. അപ്പോൾ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നു, അയാൾക്ക് എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിൽ മറ്റൊരാളെ വക്കാലത്താക്കാം. ആർക്ക് വേണ്ടി? അൻ മുവക്കിലിഹി, മുവക്കിലിന് വേണ്ടി. ലാ അൻ നഫ്സിഹി, വക്കീലിന് വേണ്ടിയല്ല. വക്കീലിൻ്റെ വക്കീലായിട്ടല്ല, മുവക്കിലിൻ്റെ വക്കീലായിട്ട് വക്കാലത്താക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കാം. എന്താണ്? മുവക്കിലിൻ്റെ വക്കീലാകുമ്പോൾ ഞാൻ ഏൽപ്പിക്കുന്ന ആളെക്കുറിച്ച് ആർക്കറിയണം? മുവക്കിലിന് അറിയണം എന്നർത്ഥം അല്ലേ? ഞാൻ നിങ്ങളെ മൊബൈൽ വാങ്ങാണ്ട് ഏൽപ്പിക്കുമ്പോൾ നിങ്ങളെ വക്കീലാണെങ്കിൽ അയാളെക്കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. നിങ്ങളിവിടെ വക്കാലത്താക്കുന്ന ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയാണ്, മുവക്കിലിന് വേണ്ടിയാണ്. അപ്പോൾ പിന്നെ എനിക്ക് അയാളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ശരി. ഫലഹു തൗക്കീലൻ മുവക്കിൽ, മുവക്കിലിന് വേണ്ടി ഒരു വക്കീലിനെ നിശ്ചയിക്കാം. ലാ നഫ്സിഹി, സ്വന്തത്തിന് വേണ്ടിയല്ല. വ ഖദിയത്തു തഅലീലിൽ മദ്കൂർ, ഈ പറയപ്പെട്ട കാരണത്തിൻ്റെ താല്പര്യം ഇംതിനാ തൗക്കീൽ, ഇങ്ങനെ വക്കീലിന് വക്കാലത്താക്കാൻ പറ്റില്ല എന്നാണ്. ഇന്ദ ജഹീലിൽ മുവക്കിലി ബിഹാലിഹി, മുവക്കിലിന് അയാളുടെ അവസ്ഥ അറിയാതിരിക്കുന്ന സന്ദർഭത്തിൽ. അപ്പോൾ മുവക്കിലിന് എന്താക്കണം? ഈ വക്കീലിനെ കുറിച്ചുള്ള വിവരം ഉണ്ടായിരിക്കണം. അറിയില്ലെങ്കിൽ വക്കാലത്താക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞു. അപ്പോൾ മുവക്കിലിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ വക്കാലത്താക്കാമെന്ന് നമുക്ക് മനസ്സിലായി. മുവക്കിലിൻ്റെ സമ്മതം ഇല്ലാതെ എല്ലാ കാര്യങ്ങളിലും വക്കാലത്താക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇനി ഞാൻ നിങ്ങളെ ഒരു മൊബൈൽ വാങ്ങാൻ വേണ്ടി വക്കാലത്താക്കിയിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒരു യാത്ര പോകേണ്ടി വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖം വന്നു, അരി വാങ്ങാൻ ഏൽപ്പിച്ച് നിങ്ങൾക്ക് അസുഖം വന്നു, ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ അപ്പം നിങ്ങൾക്ക് വക്കാലത്താക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്ക് വക്കാലത്താക്കാൻ പറ്റില്ല. എൻ്റെ സമ്മതം വേണം. എൻ്റെ സമ്മതത്തോടു കൂടെയാണ് നിങ്ങൾ വക്കാലത്താക്കുന്നതെങ്കിൽ അയാൾ എൻ്റെ വക്കീലാണ്, മുവക്കിലിൻ്റെ വക്കീലാണ്. അപ്പോൾ പിന്നെ അയാളെ ഇനി പിരിച്ചിടാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം എൻ്റെ വക്കീലാണ് അയാൾ, നിങ്ങളെ വക്കീലല്ല. നിങ്ങളെ വക്കീലിനെ നിങ്ങൾക്ക് പിരിച്ചിടാൻ പറ്റുള്ളൂ. അസിൽ ചെയ്യാമെന്ന് അതിന് പറയാം. കാരണം നിങ്ങൾക്ക് അസുഖമോ മറ്റോ ഒക്കെ ആയിട്ട് നിങ്ങൾ എന്നോട് സമ്മതം ചോദിച്ച് മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ അയാൾ ആരെ വക്കീലാണ്? നിങ്ങളെ വക്കീലല്ല, എൻ്റെ വക്കീലാണ്, മുവക്കിലിൻ്റെ. അപ്പോൾ പിന്നെ എനിക്ക് മാത്രമേ അയാളെ അസിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വക്കീൽ പറയണം, നിനക്ക് വേണ്ടി വക്കീൽ നിശ്ചയിച്ചോ, നന്നെ തൊട്ട് വക്കീൽ നിശ്ചയിച്ചോ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ.
അത് നിങ്ങളെ വക്കീലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അയാളെ പിരിച്ചുവിടാം. നിങ്ങൾക്ക് അയാളെക്കുറിച്ച് അറിഞ്ഞാൽ മതി, ഞാൻ അറിയണം എന്നില്ല. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. വലവ് തറ ലഹുൽ അജസു, വക്കീലിന് ഏൽപ്പിച്ച പണി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ സംജാതമായാൽ, വലവ് തറ ലഹുൽ അജസു, കഴിവില്ലായ്മ എന്ന് വെച്ചാൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിത്തീർന്നാൽ, തൊറ എന്ന് പറഞ്ഞാൽ ഉണ്ടായിത്തീർന്നു. ലിനഹവി മറദിൻ, രോഗം പോലാത്തത് ഉണ്ടായതിന് വേണ്ടി, ഔ സഫരിൻ, അല്ലെങ്കിൽ യാത്ര. ലം യജുസ് ലഹു അയ്യു വക്കീല, മുവക്കിലിനോട് ചോദിക്കാതെ വക്കാലത്താക്കൽ അനുവദനീയമല്ല. വൈദാ വക്കലൽ വക്കീല് ബീന്നിൽ മുവക്കില്, ഇനി മുവക്കിലിൻ്റെ സമ്മതത്തോടുകൂടെ വക്കീല് വക്കാലത്താക്കുകയാണെങ്കിൽ, അതെല്ലായിടത്തും ഇതുവരെ പറഞ്ഞ എല്ലാ സ്ഥലത്തും മുവക്കിലിൻ്റെ സമ്മതത്തോടുകൂടെ വക്കീല് വക്കാലത്താക്കുകയാണെങ്കിൽ, ഫസ്താനി, രണ്ടാമത്തെ ആൾ വക്കീലുൽ മുവക്കില്, മുവക്കിലിൻ്റെ വക്കീലാണ്. അപ്പോൾ ഫലായ അസിലുഹുൽ വക്കീലു, വക്കീലിന് അയാളെ ഒഴിവാക്കാൻ പറ്റില്ല, വക്കാലത്തിൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല, മുവക്കിലിനെ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഫൈൻകാലം മുവക്കിൽ പറഞ്ഞാൽ, വക്കീൽ അങ്ക, നിനക്ക് വേണ്ടി നീ വക്കീലിനെ വെച്ചോ എന്ന് പറഞ്ഞാൽ, നിനക്ക് പകരമായി നീ വക്കീലിനെ വെച്ചോ എന്ന് പറഞ്ഞാൽ, ഫാര, അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്താൽ, ഫസ്താനി വക്കീലുൽ വക്കീൽ, അപ്പോൾ പിന്നെ രണ്ടാമത്തെ ആൾ വക്കീലിൻ്റെ വക്കീൽ തന്നെയാണ്. എന്നഹു മുഖ്തദല്ലിദിനി, കാരണം അതാണല്ലോ സമ്മതത്തിൻ്റെ താല്പര്യം. അപ്പോൾ ഫാൻ അസിൽ ബി അസിലിഹി, ഈ രണ്ടാം വക്കീലിനെ ഒന്നാം വക്കീൽ പിരിച്ചുവിട്ടാൽ തന്നെ, ജോലിയിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ അയാൾ ജോലിയിൽ നിന്നും ഒഴിവാകുന്നതാണ്. ഇനി വക്കാലത്താക്കുമ്പോൾ അയാളുടെ ക്വാളിറ്റി എന്തായിരിക്കണം? നമുക്കറിയാം, വക്കീൽ ഒരു പ്രത്യേക ആൾ നിശ്ചയിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇയാളെ നീ വക്കീലാക്കിക്കോ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അതിൽ പ്രത്യേക ക്വാളിറ്റി ഒന്നുമില്ല. അല്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ വക്കീലാക്കിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേക ക്വാളിറ്റി ഒന്നുമില്ലാതെ ഇവനിഷ്ടമുള്ള ആൾക്കാരാക്കാം. അതൊന്നും പറയാത്ത സന്ദർഭത്തിൽ ഞാൻ നിങ്ങളൊരു കാര്യം ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരാളെ വക്കീലാക്കുകയാണെങ്കിൽ അയാൾ വിശ്വസ്തനായിരിക്കണം. വയൽസമുൽ വക്കീല, വക്കീലിന് നിർബന്ധമാണ് അല്ലായി വക്കീല, വക്കാലത്താക്കാതിരിക്കൽ, ഏൽപ്പിക്കാതിരിക്കൽ, ഇല്ല അമീനൻ, വിശ്വസ്തനായ വ്യക്തിയെ അല്ലാതെ, ആ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിശ്വസ്തനായ വ്യക്തിയെ അല്ലാതെ. മാലം യഅയ്യില്ലഹു ഗൈറഹു, മറ്റൊരാളെ മുവക്കിൽ നിർണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, മാ ഇൽമിൽ മുവക്കിൽ വ്യാലി, മുവക്കിലിന് അയാളുടെ അവസ്ഥ അറിയാം, അവസ്ഥ അറിഞ്ഞുകൊണ്ട് മുവക്കിൽ മറ്റൊരാളെ നിർണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, ഔലം യഖുല്ലഹു, അല്ലെങ്കിൽ മുവക്കിൽ അയാളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ, വക്കീൽ മനുഷ്യത്ത, നീ ഉദ്ദേശിക്കുന്നവരെ വക്കീലാക്കിക്കോ എന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇയാളെ പിന്നെ ആരെ മാത്രമേ വക്കീലാക്കാൻ പറ്റൂ? വിശ്വസ്തനായ, ആ കാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ആളെ മാത്രമേ വക്കീലാക്കാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ ഒരു പെണ്ണ് തന്നെ കെട്ടിക്കാൻ അധികാരമുള്ള രക്ഷിതാവിനോട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആക്കനെ കെട്ടിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ, അവിടെ തുല്യതയില്ലാത്ത, കടയൊക്കാത്ത ഭർത്താവിനും കെട്ടിച്ചു കൊടുക്കാം. കാരണം ഉദ്ദേശിക്കുന്ന ഭർത്താവിന് കെട്ടിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ നിയമമുണ്ട്. കുഫുവായ പുരുഷന് മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കടയൊത്ത, തുല്യതയൊത്ത, പൊരുത്തുള്ള ഭർത്താവിന് മാത്രമേ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആരും കെട്ടിച്ചു കൊടുക്കാമല്ലോ. ഇതുപോലെ കമാലോ കാലത്ത് ഒരു സ്ത്രീ പറയും പോലെ, ഇനി വലിയ അവളെ വലിയനോട്, അവളെ കെട്ടിക്കാൻ അധികാരമുള്ള കൈക്കാരനോട് പറഞ്ഞു, സബ്ബിജിനി മിമ്മൻ ഷിഅ്ത, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ എന്നെ കെട്ടിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞാൽ, ഫലഹു തസ്ബി, അയാൾക്ക് അവളെ കെട്ടിച്ചു കൊടുക്കാം, മിൻ ഗൈരിൽ കുഫ്വി, പൊരുത്തമില്ലാത്ത വ്യക്തികൾക്കും, അഥവാ കടയൊക്കാത്ത, തുല്യതയൊക്കാത്ത ഭർത്താവിനും കെട്ടിച്ചു കൊടുക്കാം. അയലൻ, വീണ്ടും എന്ന് പറഞ്ഞാൽ തുല്യതല്ല ഭർത്താവിനോട് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുന്നത് പോലെ. ഇനി ഭർത്താവിനോട് ഒരാൾ വക്കാലത്താക്കും പറഞ്ഞു, നീ ഉദ്ദേശിച്ച് ചെയ്തോ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്നതെല്ലാം ചെയ്തോ എന്ന് പറഞ്ഞാൽ അയാൾ ഉദ്ദേശിച്ചതൊക്കെ ചെയ്യാം, പക്ഷേ വക്കാലത്താക്കാൻ പറ്റില്ല. നീ ഉദ്ദേശിച്ചത് പ്രകാരം പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞാൽ അത് വക്കാലത്താക്കേണ്ട അധികാരമല്ല, അനുവാദമല്ല.
അയാൾക്ക് സ്വന്തമായിട്ട് അതിൽ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനുള്ള അനുവാദമാണ്. ഓ കൗലുഹു, ഒരു മുവക്കിലിൻ്റെ വാക്ക് ഈ വക്കീലിഹി വക്കീലിനോട് ഫി ഷെയ്ൻ ഒരു സംഗതിയെക്കുറിച്ച് ഇഫ് അൽ ഫീഹി മാ ഷിഅ്ത് അതിൽ നീ ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്തോ, ഔ കുല്ലമാ തഫ്അലുഹു ഔ കുല്ലുമാ തഫ്അലുഹു നീ ചെയ്യുന്നതെല്ലാം അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ ലൈസ ഇതിനും ഫിത്തോക്കിൽ അത് വക്കാലത്താക്കാനുള്ള അനുവാദമല്ല, മറ്റുള്ള അനുവാദങ്ങളാണ്. വക്കാലത്താക്കണമെങ്കിൽ അത് പ്രത്യേകമായിട്ട് പറയണം, നീ വക്കാലത്താക്കിക്കോ എന്ന് പറയണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയാത്ത കാര്യമായിരിക്കണം. ഓക്കെ, ഇവിടം കൂടെ അർത്ഥം വെക്കുക. വിഷയം മനസ്സിലായിട്ടുണ്ടാവും, അർത്ഥമായിരിക്കൂലേ പ്രയാസം. വലാ ലഹു വക്കീലിന് പറ്റില്ല തൗക്കീലൻ മറ്റൊരാളെ വക്കാലത്താക്കൽ ബിലാ മിനൽ മുവക്കിലി മുവക്കിലിൻ്റെ സമ്മതമില്ലാതെ. ഏത് വിഷയത്തിൽ? ഫീമാ യതഅത്താ മിൻഹു വക്കീലിന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ. എന്താണ് പറ്റില്ല എന്ന് പറയാൻ കാരണം അന്നഹു ലം യർദ ബിഗൈരി അയാൾ മറ്റൊരാളെ തൃപ്തിപ്പെട്ടിട്ടില്ല എന്നതാണ്. ഞാൻ പക്ഷേ ലോ വക്കലഹു ഫി ഖബ്ദി ദൈനിൻ ഒരു കടം വാങ്ങാൻ വേണ്ടി, കിട്ടാനുള്ള കടം വാങ്ങാൻ വേണ്ടി ഒരു വ്യക്തിയെ ഒരാൾ വക്കാലത്താക്കി. ഫഖബലഹു അങ്ങനെ അയാളത് വാങ്ങുകയും വാർസലഹു മാ അഹദി മിൻ നിയാരി നേരിട്ട് കൊടുക്കാതെ അവൻ്റെ സന്താനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ആളെ കൂടെ ആ പൈസ കൊടുത്തയക്കുകയും ചെയ്താൽ ലം യദ്മൻ ഉത്തരവാദിയാകുന്നതല്ല, അത് മതി. കമാ ഖാൽ ജൂരിയു ഖാല ശൈഖുന വല്ലദി യദ്ഹറു അന്നൽ മുറാദ ബിഹിം സന്താനങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശം ഔലാദുഹു മക്കളും മാലിക്കുഹു അടിമകളും ഭാര്യമാരുമാണ്. ബിഖിലാഫി അവർ മറ്റുള്ളവരെ കയ്യിൽ കൊടുത്തയക്കാൻ പറ്റില്ല. അമിസ്ലുഹു ഇർസാൽ നഹബി മസ്തറാഹുലഹു മുവക്കിലിന് വേണ്ടി വാങ്ങിയ സാധനം കൊടുത്തയക്കലും ഇതുപോലെയാണ്. മാഅദിഹിം ഒരു സന്താനത്തോടൊപ്പം. അപ്പോൾ സാധ്യമാകുന്നതിൽ വക്കാലത്താക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ബഹറജ് ബി ഖൗലിഹിം ഫീമാ യതഅത്താ മിൻഹു എളുപ്പമല്ലാത്ത എളുപ്പമുള്ള കാര്യങ്ങളിൽ സ്വന്തമായി ചെയ്യാൻ എളുപ്പമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പുറത്തു പോയിട്ടുണ്ട് മാലം യതഅത്ത മിൻഹു സ്വന്തമായിട്ട് ചെയ്യാൻ എളുപ്പമില്ലാത്ത കാര്യം. എന്തുകൊണ്ട്? ലിഅൻ കൗനിഹി യതഅസ്സറു അലൈഹി ലിത്യാൻ ബിഹി ആ കാര്യം നിർവഹിക്കൽ പ്രയാസകരമായതുകൊണ്ട്. എന്തുകൊണ്ടാണ് പ്രയാസമാകുന്നത്? ഒന്നിരിക്കൽ കസ്രത്തി അത് കൂടുതൽ ചെയ്യാനുണ്ട് കാര്യങ്ങൾ. ഔലി കൗനിയിലായ ഹുസ്നു അല്ലെങ്കിൽ അവന് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. ഔലാ എലീഖ് ബിഹി അല്ലെങ്കിൽ അത് അവൻ്റെ പദവിയോട് യോജിക്കാത്തതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഫലഹു തൗക്കീലു അൻ മുവക്കിലിഹി ലാ നഫ്സിഹി മുവക്കിലിന് വേണ്ടി വക്കീലിനെ നിശ്ചയിക്കാം, സ്വന്തത്തിന് വേണ്ടി വക്കീലിനെ നിശ്ചയിക്കാൻ പറ്റുകയുമില്ല. ഖദിയത്തു തആലി മദ്കുരി പറഞ്ഞ ന്യായം തേടുന്നത് ഇംതിനാ തൗക്കീൽ ഇൻദ ജഹ്ലിൽ മുവക്കിലി ബിഹാലിഹി ഈ ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് മുവക്കിലിന് വിവരമില്ലാത്ത സന്ദർഭത്തിൽ വക്കാലത്താക്കാൻ പറ്റില്ല എന്നാണ്. കാരണം മുവക്കിലിൻ്റെ വക്കീലാണല്ലോ. ഇനി വലോ തറാലൂൽ അജ്സുരി തുറൂനാഫി മറദിനോ സഫരിൻ ലം യജ്സുലഹു അൻ യുവക്കില രോഗം, യാത്ര പോലെയുള്ള കാരണങ്ങളുണ്ടായതിനു വേണ്ടി ഒരാൾക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കാതെ വന്നാൽ ലം യജ്സുലഹു അൻ യുവക്കില അപ്പോൾ മറ്റൊരാളെ വക്കാലത്താക്കാൻ പറ്റില്ല. ഇതാ വക്കലൽ വക്കീൽ ബിന് മുവക്കിലി മുവക്കിലിൻ്റെ സമ്മതത്തോടുകൂടെ വക്കീൽ വക്കാലത്താക്കുകയാണെങ്കിൽ ഫസ്താനി വക്കീൽ മുവക്കിലി രണ്ടാമത്തെ കക്ഷി മുവക്കിലിൻ്റെ വക്കീലാണ്. ഫലായസുലുഹുൽ വക്കീൽ അപ്പോൾ അയാളെ പിന്നെ വക്കീലിന് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ഫൈൻ ഖാൽ മുവക്കിൽ അപ്പോൾ മുവക്കിൽ ഇങ്ങനെ പറഞ്ഞാലോ വക്കീൽ അങ്ക നിനക്ക് വേണ്ടി വക്കീൽ നിശ്ചയിച്ചോ എന്ന് പറഞ്ഞാൽ ഫാല ഫസ്താനി വക്കീൽ അപ്പോൾ രണ്ടാമത്തെ വക്കീലാണ്, രണ്ടാമത്തെ വക്കീലിൻ്റെ വക്കീലാണ്, രണ്ടാമത്തെ ആൾ വക്കീലിൻ്റെ വക്കീലാണ്. എന്നോ മുക്തദല്ലീദീൻ അതാണല്ലോ സമ്മതത്തിൻ്റെ താല്പര്യം. ഫയൻഅസിലു ബി അസ്ലിഹി അപ്പോൾ വക്കീൽ അസിൽ ചെയ്താൽ അയാൾ ജോലിയിൽ നിന്ന് ഒഴിവാകും. ആണെങ്കിൽ വക്കീലിനെ അയാളെ ഒഴിവാക്കട്ടോ, വക്കീലിനും ഒഴിവാക്കാമെന്നപ്പോൾ ഇവിടെ പറയുന്നത്. വെൽസുബുൽ വക്കീലല്ല വക്കീലില്ല അങ്ങനെ വിശ്വസ്തനായ വ്യക്തിയെ അല്ലാതെ വക്കാലത്താക്കാതിരിക്കൽ വക്കീലിന് നിർബന്ധമാണ്. മാലം യുഅയ്യിൻലഹു മറ്റൊരാളെ വക്കീൽ നിർണ്ണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആയിലിമിന് മുവക്കിൽ ബിയാലിഹി മുവക്കിലിന് എല്ലാ അവസ്ഥകളും അറിഞ്ഞുകൊണ്ട് ഇയാളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയുടെ അവസ്ഥകളൊക്കെ അറിഞ്ഞുകൊണ്ട് മുവക്കിൽ മറ്റൊരാളെ നിർണ്ണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഔലം യഖുൽ വക്കീൽ എന്ന് ചെയ്ത നീ ഉദ്ദേശിക്കുന്നവരെ വക്കീലാക്കിക്കോ എന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഓക്കെ. കമാലോ കാലത്തെ വൈഹാസഫിനി മഷീത്ത നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് എന്നെ കെട്ടിച്ചു കൊടുത്തോളൂ എന്നൊരു പെണ്ണ് വരീനോട് പറയും പോലെ ലഹു തസ്വീജുഹാമിന് വരിൽ കുഫി അയ്ലൻ കുഫുവിനോട് കെട്ടിക്കാൻ പറ്റുന്നത് പോലെ കുഫു അല്ലാത്ത തുല്യതല്ലാത്ത ഭർത്താവിനോട് കെട്ടിക്കാവുന്നതാണ്. ഖൗലൂലി വക്കീലി ഫീ ഷൈഇൻ ഇഫ്അൽ ഫീഹി മാ ശിഅ്ത എന്നോ കുല്ലു മാ തഫ്അലുഹു ജായിസുൻ എന്നോ ഒരാൾ വക്കീലിനോട് പറഞ്ഞാൽ
നീ ഉദ്ദേശിക്കുന്ന പോലെ നീ ചെയ്തോ, നീ ചെയ്യുന്നതെല്ലാം അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ, വക്കാലത്താക്കുമ്പോൾ പറഞ്ഞാൽ അത് വക്കാലത്താക്കാനുള്ള സമ്മതമല്ല. ലൈസ ഇദ്നം ബിത്തൗക്കീൽ. ഓക്കെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ അൽ ഫായിസീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.